ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുടിച്ചാൽ നമ്മുടെ ബോഡിക്കൊക്കെ നല്ല കുളിർച്ച കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ഷമാം ജ്യൂസാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ഷമാം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ രീതിയിൽ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താലും മതി. എന്തായാലും നമ്മൾ അടിക്കാനുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനൊരു 4-5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, കൂടെ 4-5 കാഷ്യൂ നട്ട്സും അതേപോലെ തന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് തണുപ്പിച്ച പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാച്ചി വെച്ച് നല്ല ആറിയ പാലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേനാണ്. തേനിന് പകരം ഷുഗർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് ഞാനിവിടെ തേൻ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ കൂടി നമുക്കൊന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മസ്മലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈറ്റമിൻ എയും അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെ അളവും കൂടുതലാണ്. അതുകൊണ്ട് വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് നമുക്ക് ഐസൈറ്റ് പ്രോബ്ലംസ് ഒന്നും അധികം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ കാറ്ററാക്ട്സ് ഒക്കെ ആണെങ്കിൽ അത് വരാനുള്ള സാധ്യതയൊക്കെ കുറവായിരിക്കും. അതേപോലെ തന്നെ പൊട്ടാഷ്യം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷറും മെയിൻറ്റെയിൻ ആവും, ഹൈപ്പർ ടെൻഷനും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഒത്തിരി ഗുണങ്ങളുണ്ട് ഷമാമിന്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ജ്യൂസാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.